ഇതാ ഞങ്ങളുടെ വീട്. ഇങ്ങോട്ട് ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. നിങ്ങൾ വന്നപ്പം എനിക്ക് ചെറിയ മടിയുണ്ടായി, ചെറിയൊരു നാണക്കേട് ഉണ്ടായിരുന്നു നിങ്ങളെ വിളിച്ചോണ്ട് വരെ. ചേച്ചിയുടെ കല്യാണമാണ് ഓഗസ്റ്റ് 5-ാം തീയതി. ഇങ്ങനെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിന്ന് കൊല്ലം ജില്ലയിലെ ഇരവിപുരം തീരദേശ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ എനിക്കൊരു കാഴ്ച കാണേണ്ടി വന്നു. അതായത് ഇരവിപുരം തീരദേശത്തേക്ക് പോകുന്ന ഭാഗത്ത് ഒരു കുരിശടിയുണ്ട്. ആ കുരിശടിക്ക് സമീപത്ത് ഒരു പെൺകുട്ടി കുറച്ച് മെഴുകുതിരികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണാനിട വന്നത്. പെട്ടെന്ന് ഞാൻ ആ കുരിശടിക്ക് സമീപത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് ചെന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, അങ്കിളെ മെഴുകുതിരി വേണോ എന്നാണ് ആ കുഞ്ഞ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മോളെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ സ്കൂളടച്ച് നിൽക്കുന്ന ഈ ഒരു വെക്കേഷൻ സമയത്ത് എല്ലാവരും കളിക്കാനും ഒക്കെ നടക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം അവളൊന്ന് വിഷമിച്ചു. എന്നിട്ട് ശേഷം അവൾ എന്നോട് പറഞ്ഞു, അങ്കിളെ എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണമാണ് കുറച്ച് 1-2 മാസം കഴിഞ്ഞാൽ. പക്ഷേ ആ കല്യാണം നടത്താനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. എൻ്റെ അപ്പന് സുഖമില്ലാത്തതാണ്, അപ്പൻ എഴുന്നേറ്റ് നടക്കത്ത പോലുമില്ല. പിന്നെയുള്ളത് ഞങ്ങൾ 3 സഹോദരങ്ങളും എൻ്റെ അമ്മയുമാണ്. അമ്മയ്ക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവരുടെ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് മെഴുകുതിരി കച്ചവടമാണ്. അപ്പൻ വീടിനോട് ചേർന്ന് തന്നെ ഇരുന്ന് ഈ മെഴുകുതിരി കച്ചവടം ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഈ മെഴുകുതിരികളും എടുത്ത് ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങും. അത് വീട്ടിലെ അപ്പനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. ഏതായാലും ആരെങ്കിലും വരും, തിരികെ നിൽക്കും. തിരി ഇത് 30-25. വിൽക്കാൻ നിക്കുന്ന ആരെങ്കിലും വരും. അപ്പുറം അച്ഛന് വയ്യ. അച്ഛന് ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖം മൂലം തളർന്നിരിക്കുന്ന ഒരാളാ. അതുകൊണ്ട് ഞാനങ്ങനെ തിരികെ വെക്കുന്നത്. ഞങ്ങളുടെ അവിടെയും ചെറിയൊരു കടയുണ്ട്. അപ്പുറം അവിടെ വീട്ടില് അമ്മയുണ്ട്. ഇല്ല, അമ്മ അവിടെ അച്ഛനെ നോക്കി ഇരിക്കുക. 2 ചേച്ചിമാരുണ്ട്. പപ്പാനെ സഹായിക്കാന്ന് വിചാരിച്ചു. അവിടെ ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണം, അപ്പം സഹായിക്കാനൊന്നും ഇല്ല. പിന്നെ അതിന്റെ ഇതിനും കൂടെ ഇറങ്ങിയതാ. കുറച്ച് ഇല്ല, ഇതുണ്ട്. ചേച്ചിയുടെ കല്യാണമാണ് ഓഗസ്റ്റ് 5-ാം തീയതി. ഇങ്ങനെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ഇവിടെയും ചെറിയ തിരിയൊക്കെ ഇത്ര പേരായാലും ആരെങ്കിലും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചേച്ചിയുടെ കല്യാണം ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അവൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ സംഭവിച്ചത്, എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ആളാണ്. എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖമാണ്. അപ്പം വീൽ ചെയറിൽ നിന്ന് പൊക്കി കട്ടിലേ ഇരിക്കുക, കട്ടിലിൽ നിന്ന് വീൽ ചെയർ ഇരിക്കുക, ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് മോൾ അവിടെ പോയി ഇരിക്കുന്നത്. മാത്രമല്ല മൂത്ത മോളുടെ വിവാഹമാണ് ഓഗസ്റ്റ് 5-ാം തീയതി. അപ്പം കല്യാണത്തിന് പൈസ ഒന്നും ആയിട്ടില്ല. ഇവിടെ കടയിലിരുന്നിട്ട് ആരും വരുന്നില്ല. റോട്ടിലാകുമ്പോഴത്തേക്ക് ആരെങ്കിലും വരുമല്ലോ, വിളിച്ചോണ്ട് വരാമെന്ന് കഴിയാൻ മോൾ അവിടെ പള്ളിയിൽ നിന്ന് പൂജ കഴിഞ്ഞ ആള് വരുമ്പം വരും. പള്ളിയിൽ നിന്ന് ആള് വരുമ്പോ 100 രൂപയുടെ കച്ചവടം നടക്കും. അസുഖം മസിൽസ് ചുരുങ്ങി പോകുന്ന അസുഖം. നട്ടലെന്നുള്ള ഈ മജ്ജ കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോഴാ ചിത്രയില്ല ഡോക്ടർ ശ്രീ ചിത്ര മെഡിക്കൽസ് അവരാ പറഞ്ഞത് ഇത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖമാണ്. ഇതിന് ചികിത്സയൊന്നുമില്ല, ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖം മൂലം തളർന്നിരിക്കുന്ന ആളാണ്. എനിക്ക് 3 പെൺപിള്ളേരാണ്. ഞങ്ങൾ 4-3-7 തിരി വിറ്റാ ഞങ്ങൾ ജീവിക്കുന്നത്. എന്റെ മൂത്താളിന്റെ കല്യാണം ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഞങ്ങളുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഈ കല്യാണം വരികയും ഈ കല്യാണം ഉറയ്ക്കുകയും ചെയ്തത്. ഞങ്ങളെ സഹായിക്കാൻ സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ ആരുമില്ല. ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഭവനമില്ല. രണ്ടാമത്തെ പെങ്ങളുടെ പേരിലിരിക്കുന്നതായി ഭവനം. ഇപ്പൊ അത് ജപ്തിയുടെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതാ. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പോലും ഒരു കടത്തണ പോലും ഞങ്ങൾക്ക് ഇല്ല.
ഇന്ന് പ്രായമായ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കൊരു എത്തും പിടിയില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പം. അത്യാവശ്യം എന്ന് വേണ്ടത് എന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് ഒന്ന് സഹായിക്കണം. ആരെങ്കിലും ഒന്ന് സഹായിച്ചില്ലെങ്കിൽ കുഞ്ഞിന്റെ വിവാഹം നടന്നു പോകും, അത്രേ ഉള്ളു. കാരണം ഇത്രയും ഞങ്ങൾ ഉരുകിയ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ഒരു ഭവനം പോലും ഇല്ല. സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് ഈ 4-3-7 തിരിയും വിറ്റ് ഒരു 100 രൂപയാണ് ഡെയിലി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ ദിവസം മൊത്തം ചില സമയത്ത് പട്ടിണിയാ, ചില സമയത്ത് ഈച്ച അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഹോളിന് തലേ ദിവസത്തെ 9,500 രൂപ, പിറ്റേ ദിവസത്തെ പരിപാടിക്ക് 9,500 രൂപ, പിന്നെ കുഞ്ഞിന്റെ വിവാഹത്തിന്റെ ഡ്രസ്സുകള്, കുഞ്ഞിന്റെ കാതും കഴുത്തും മറച്ചിട്ട് കൊടുക്കണം. അതൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടിലാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണോന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയില ഞങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജോലിക്ക് പോകാനായിട്ട് ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ആളിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാനൊക്കത്തില്ല. സ്വന്തമായിട്ട് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. യൂറിൻ ഷുഗറിന്റെ അസുഖമുണ്ട്. എപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്ന ആളാ. എപ്പോഴും നമ്മൾ യൂറിൻ ബോട്ടിൽ എടുത്ത് കൈ കൊടുത്തോണ്ടിരിക്കണം. മിനിറ്റ് വിട്ട് ഇങ്ങനെ യൂറിൻ പൊയ്ക്കൊണ്ടേ ഇരിക്കും. ഇതിന് പ്രത്യേകിച്ച് ഈ അസുഖത്തിന് ചികിത്സയില്ല. പിന്നെ ഷുഗറിന്റെ ഗ്ലൈക്കോമെറ്റ് GP1 എന്ന് പറയുന്ന ഒരു ഗുളികയാണ് അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതുപോലും വാങ്ങിക്കാനുള്ള നിവൃത്തികേടാണ് ഞങ്ങൾക്കുള്ളത്. അത് വാങ്ങിക്കാൻ പോലും പറ്റുന്നില്ല. വൈറ്റമിൻസിന്റെ ഡയറ്റാണെന്നും പറഞ്ഞൊരു ഗുളികയുണ്ട്. ഒരു സ്റ്റിപ്പിന് 780 രൂപയാ ഒരു മാസത്തേക്ക്. വിവാഹത്തിന് മുമ്പാണോ ഇത് സംഭവിച്ചത്, അതിന് ശേഷമാണോ? വിവാഹത്തിന് മുമ്പാണ്. 21 വയസ്സിലാണ് അറിഞ്ഞുകൊണ്ടാ കല്യാണം കഴിച്ചത്. കാരണം എന്റെ അവസ്ഥ നാളെ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞ് കല്യാണം. 3 പെൺപിള്ളേർ. മൂത്ത 18 വയസ്സ് കഴിഞ്ഞ് 19ാമത്തെ വയസ്സ് പൊടി. രണ്ടാമത്തെ ആള് +1 ഇയാൾ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലോട്ടായി നിൽക്കുന്ന. അവര് 3 സ്കൂൾ തുറക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ അവർക്ക് ബാഗ്, ടെസ്റ്റ്, യൂണിഫോം, ഫീസ്, ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. +2 ആയിരിക്കുന്ന ആളിന്റെ ടെസ്റ്റിന് പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവൃത്തി ഇല്ല.